നമസ്കാരം. നിരാശരുടെ നീണ്ട നിരയിൽ കെ ശൈലജയും 12 മന്ത്രിമാരടക്കം തോറ്റു തുന്നമ്പാടും. ഹാട്രിക് മോഹമൊക്കെ പൊളിഞ്ഞു പോകും. CPM-ൽ ഇനി എന്തും സംഭവിക്കാമെന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. പിണറായി വിജയൻ എന്ന ഒരൊറ്റ സൂര്യന് ചുറ്റും കറങ്ങുന്ന ഗ്രഹങ്ങളായി പാർട്ടിയും പാർട്ടിക്കാരും മാറുമ്പോൾ മരുമകൻ PA മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കല്ലുകടിയാകാൻ സാധ്യതയുള്ള സകലരെയും അതിസമർത്ഥമായിട്ട് ക്യാപ്റ്റൻ പുകച്ച് പുറത്താക്കി. ആദ്യം തന്നെ സ്പീക്കർ AN ഷംസീറിനെ 2 ടേം വ്യവസ്ഥയുടെ പേരിൽ വെട്ടിയൊതുക്കി. രാഷ്ട്രീയ ചതി എന്ന് വിശേഷിപ്പിക്കാനാവുന്ന ഒരൊറ്റ കാര്യമാണത്. പലർക്കും ടേം വ്യവസ്ഥയിൽ ഇളവ് നൽകിയ പിണറായി ഷംസീറിന്റെ കാര്യത്തിൽ കാട്ടിയ കടുംപിടുത്തം റിയാസിന് പാർട്ടിയിലോ ഭരണത്തിലോ ഇനി ഒരു വെല്ലുവിളിയും ഉണ്ടാകരുത് എന്ന ലക്ഷ്യത്തോടെയാണ്. ഇനി കണ്ണൂരിലെ വിശ്വസ്തനായിട്ടുള്ള P ശശിക്ക് സീറ്റില്ലാത്തതും മാധ്യമ പ്രവർത്തകനായിട്ടുള്ള MV നികേഷ് കുമാറിനെ അവസാന നിമിഷം തഴഞ്ഞതും അപ്രതീക്ഷിതമായി. ഇതോടെ കണ്ണൂരിലെ സമവാക്യങ്ങൾ പോലും പിണറായിക്ക് കീഴായി. ഇനി എല്ലാ ശ്രദ്ധയും ബേപ്പൂരിലേക്കാണ്. റിയാസിന്റെ വിജയം ഉറപ്പിക്കുവാൻ പ്രദീപ് കുമാർ പ്രത്യേക ചുമതലയോടെ രംഗത്തിറങ്ങുന്നത് മരുമകനെ ഭാവി മുഖ്യമന്ത്രിയായി അവരോധിക്കുവാനുള്ള കൃത്യമായിട്ടുള്ള തിരക്കഥയുടെ ഭാഗമാണ്. മലമ്പുഴയിൽ VS അച്യുതാനന്ദന്റെ മകൻ VA അരുൺകുമാറിനെ വെട്ടിയതും കോടിയേരി കുടുംബത്തെ അകറ്റി നിർത്തിയതും പാർട്ടിക്കുള്ളിലെ പഴയ വേരുകൾ പിഴുതെറിയുന്നതിന്റെ അടയാളങ്ങളാണ്. അൻവറിസം ഇപ്പോഴും പിണറായിയെ ഭയപ്പെടുത്തുന്നുണ്ട് എന്നതിന്റെ സൂചനയാണ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ പുലർത്തുന്ന അതീവ ജാഗ്രത. മലബാറിൽ അൻവർ ഉയർത്തുന്ന ഭീഷണി നേരിടുവാൻ റിയാസിനെ മുൻനിർത്തിയുള്ള പ്രതിരോധമാണ് ക്യാപ്റ്റൻ ഒരുക്കുന്നത്. പേരാവൂരിൽ കെ ശൈലജ ടീച്ചറെ ഇറക്കിയതിലൂടെ ഒരു വെടിക്ക് 2 പക്ഷി എന്ന തന്ത്രമാണ് പിണറായി പയറ്റുന്നത്. ജയിച്ചാൽ സീറ്റ്, തോറ്റാൽ ശൈലജയുടെ രാഷ്ട്രീയ അന്ത്യം. MV ഗോവിന്ദന്റെയും വിജയരാഘവന്റെയും ഭാര്യമാർക്ക് സീറ്റ് നൽകിയപ്പോൾ ഷംസീറിനെയും മണിയെയും പോലുള്ള കരുത്തരെ പുറത്താക്കിയത് പാർട്ടിക്കുള്ളിൽ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചേക്കാം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മരുമകൻ PA മുഹമ്മദ് റിയാസിന്റെ രാഷ്ട്രീയ ഭാവിക്ക് കല്ലുകടിയാകാൻ സാധ്യതയുള്ള സകലരെയും അതിസമർത്ഥമായിട്ടാണ് ക്യാപ്റ്റൻ ഇപ്പോൾ പുകച്ചു പുറത്തു ചാടിച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സ്പീക്കർ AM ഷംസീറിനെ 2 ടേം വ്യവസ്ഥയുടെ പേരിലാണ് പുറത്താക്കിയതെങ്കിൽ അതൊരു രാഷ്ട്രീയ ചതി എന്നല്ലേ വിശേഷിപ്പിക്കാൻ കഴിയും. പല പ്രമുഖർക്കും ഇതേ അളവിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തകർക്കും ടേം വ്യവസ്ഥയുടെ പേരിൽ പലരെയും വെട്ടിയൊതുക്കുവാൻ കാണിച്ച ഈ താല്പര്യം എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഇവിടെ കണ്ണൂരിലെ കരുത്തരായിട്ടുള്ള ജയരാജന്മാരെയും P ശശിയെയും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് അകറ്റി നിർത്തിയത് അപ്രതീക്ഷിതമായിരുന്നില്ലേ? പ്രത്യേകിച്ചും P ശശിക്ക് സീറ്റില്ലാത്തതും മാധ്യമ പ്രവർത്തനത്തിൽ നിന്ന് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച MV നികേഷ് കുമാറിനെ അവസാന നിമിഷം തഴഞ്ഞതും ഇതിനൊക്കെ പ്രത്യേകിച്ച് കാരണങ്ങൾ പറയേണ്ടതുണ്ടോ? ഇതെല്ലാം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചാണെങ്കിലും വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ പിണറായിക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. അതിനിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ വലിയ ആത്മവിശ്വാസത്തിലാണ് ഇടതുമുന്നണി. പിണറായി വിജയന്റെ നേതൃത്വത്തിൽ LDF 3ാം തവണയും അധികാരത്തിലെത്തുമെന്ന് LDF കൺവീനർ TP രാമകൃഷ്ണൻ പ്രഖ്യാപിക്കുന്നത് നമ്മൾ കേട്ടതാണ്. 100 സീറ്റ് നേടുമെന്ന UDFന്റെ അവകാശവാദം വെറും പരിഹാസ്യമാണ് എന്നും ജനക്ഷേമ പ്രവർത്തനങ്ങൾ മുൻനിർത്തി ഭരണ തുടർച്ച ഉണ്ടാകുമെന്നും രാമകൃഷ്ണൻ പറഞ്ഞു. കുറ്റ്യാടിയിൽ കേരള കോൺഗ്രസ് M സീറ്റ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും സിറ്റിംഗ് സീറ്റായതിനാൽ CPM തന്നെ അവിടെ മത്സരിക്കുമെന്ന് കൺവീനർ വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഏലത്തൂരിലെ NCP തർക്കങ്ങൾ അവർ തന്നെ പരിഹരിക്കുമെന്ന് പറയുമ്പോഴും ഏലത്തൂരിലും മണക്കുന്നുണ്ട് ആ പാർട്ടിയെ വെട്ടിനിരത്തി CPM-ന്റെ കൊടി കെട്ടാൻ. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ സീറ്റുകളും ഇത്തവണ തൂത്തുവാരുമെന്ന പ്രതീക്ഷയിലാണ് മന്ത്രി PA മുഹമ്മദ് റിയാസ്. ബേപ്പൂരിൽ 2021-നേക്കാൾ ഉയർന്ന ഭൂരിപക്ഷത്തിൽ താൻ വിജയിക്കുമെന്നും ജില്ലയിലെ 13 സീറ്റും LDF-ന് ലഭിക്കുമെന്നും മന്ത്രി വല്ലാതെ അവകാശപ്പെടുന്നുണ്ട്. MLA എന്ന നിലയിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ വിലയിരുത്തുമെന്നും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലും ഇത്തവണ നടക്കുന്നത് ഗ്ലാമർ പോരാട്ടമാണെന്നും റിയാസ് പറഞ്ഞു വെക്കുമ്പോഴും ജില്ലയുടെ തിരഞ്ഞെടുപ്പ് ചുമതലയുള്ള റിയാസ് പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നുണ്ട്. CPM-ന്റെ ഉരുക്കുകോട്ടയായിട്ടുള്ള തലശ്ശേരിയിൽ സ്പീക്കർ AM ഷംസീറിന് പകരക്കാരനായിട്ട് കാരായി രാജൻ എത്തുന്നതോടെ പോരാട്ടം കടുക്കുകയാണ്. 2 ടേം നിബന്ധനയുടെയും സംഘടനാപരമായിട്ടുള്ള മാറ്റങ്ങളുടെയും ഭാഗമായിട്ടാണ് ഷംസീറിനെ മാറ്റി നിർത്തുന്നത് എന്ന് പറയുമ്പോഴും മരുമകന് വേണ്ടി ഷംസീറിനെ വെട്ടിനിരത്തുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കവും സംശയവും വേണ്ട. നിയമക്കുരുക്കുകൾ മൂലം സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കേണ്ടി വന്ന കാരായി രാജൻ തിരിച്ചെത്തുന്നത് മണ്ഡലത്തിൽ പാർട്ടിയുടെ കരുത്ത് വർദ്ധിപ്പിക്കുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഏപ്രിൽ 9 നടക്കുന്ന വോട്ടെടുപ്പിൽ അസമിലും പുതുച്ചേരിക്കുമൊപ്പം കേരളവും പോളിംഗ് ബൂത്തിലെത്തുമ്പോൾ വലിയ മുന്നേറ്റമാണ് ഇടതുപക്ഷം ലക്ഷ്യമിടുന്നത്. 5 മണ്ഡലങ്ങളിൽ ഒഴികെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കിയ LDF ഇപ്പോൾ പ്രചരണ രംഗത്ത് ബഹുദൂരം മുന്നിലാണ്. എന്നാൽ കേരളത്തിൽ കടുത്ത ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എന്നുള്ള ഇന്റലിജൻസ് റിപ്പോർട്ട് മേധാവി ADGP P വിജയൻ സർക്കാരിന് കൈമാറി കഴിഞ്ഞിരിക്കുന്നു. ആ ഏറ്റവും പുതിയ റിപ്പോർട്ടിലാണ് ഇടതുപക്ഷത്തിന് ആശങ്ക നൽകുന്ന ഈ കണക്കുകളുള്ളത്. സംസ്ഥാനത്ത് നിലവിൽ LDF-ന് 78 സീറ്റുകൾ വരെ മാത്രമേ ലഭിക്കുവാൻ സാധ്യതയുള്ളൂ എന്നുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് വിലയിരുത്തൽ
കഴിഞ്ഞ തവണത്തെ വലിയ ഭൂരിപക്ഷത്തിൽ നിന്ന് സീറ്റുകൾ കുത്തനെ കുറയുന്നത് പാർട്ടി നേതൃത്വത്തെയും ഒപ്പം തന്നെ ഭരണ കേന്ദ്രങ്ങളെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയും ചെയ്യുന്നു. രണ്ടാം പിണറായി സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ രൂപപ്പെട്ട അതൃപ്തി അത് വോട്ടിങ്ങിൽ പ്രതിഫലിക്കുമെന്ന മുന്നറിയിപ്പാണ് ഈ റിപ്പോർട്ട് നൽകുന്നത് എന്നുള്ളതാണ്. സർക്കാരിന്റെ പല ജനക്ഷേമ പദ്ധതികളും താഴെത്തട്ടിലെത്തിയെന്ന് അവകാശപ്പെടുമ്പോഴും അഴിമതി ആരോപണങ്ങളും ഭരണരംഗത്തെ മെല്ലപ്പോക്കും വോട്ടർമാരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വ്യക്തിപ്രഭാവം വോട്ടായി മാറുമെന്ന കണക്കുകൂട്ടലുകൾക്കും ഇന്റലിജൻസ് റിപ്പോർട്ട് ചെറിയ തോതിൽ വിഘാതം സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളതാണ്. CPM പ്രതീക്ഷിച്ചതിലും താഴെയാണ് സീറ്റുകളുടെ എണ്ണം എന്നത് സംഘടനയ്ക്കുള്ളിൽ വലിയ തോതിലുള്ള അഴിച്ചുപണികൾക്കും തിരുത്തലുകൾക്കും വഴിയൊരുക്കിയേക്കാം. ഒപ്പം തന്നെ ഭരണ തുടർച്ചയുണ്ടാകുമെന്നും എന്നാൽ സീറ്റ് കുറയുമെന്നാണ് ഇന്റലിജൻസിന്റെ റിപ്പോർട്ട്. സാധാരണ നിലയിൽ സർക്കാരിനെതിരെ ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ മേധാവിമാർ നൽകാറില്ല. അതുകൊണ്ട് തന്നെ 78 സീറ്റിൽ ഇടത് വിജയം സ്പെഷ്യൽ ബ്രാഞ്ച് ഒതുക്കുന്നത് CPMനെ ഞെട്ടിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള വസ്തുത. അതാണ് മന്ത്രിസഭയിലെ പല പ്രമുഖരും തോൽവി ഭീതിയിലാണെന്നുള്ള സൂചന കൂടി വരുന്നുണ്ട് കേട്ടോ. പല മണ്ഡലങ്ങളിലും പോരാട്ടം കടുക്കുമെന്നും സിറ്റിംഗ് മന്ത്രിമാർക്ക് പോലും അനായാസമായിട്ടുള്ള വിജയം സാധ്യമല്ല എന്നും തന്നെയാണ് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ റിപ്പോർട്ട് പറയുന്നത്. ഒപ്പം തന്നെ സ്ഥാനാർത്ഥി നിർണയത്തിലെ പാളിച്ചകളും പാളയത്തിലെ പടയും പലയിടത്തും തിരിച്ചടിയുണ്ടാകും. മറുഭാഗത്ത് പഴയ പ്രതാപം വീണ്ടെടുക്കുവാൻ UDF കിണഞ്ഞു പരിശ്രമിക്കുന്നതും പല ഉറച്ച കോട്ടകളിലും വിള്ളലുണ്ടാക്കുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. പ്രതിസന്ധി ഘട്ടങ്ങളിലെ സർക്കാരിന്റെ ഇടപെടലുകൾ ഗുണകരമായെങ്കിലും രാഷ്ട്രീയമായിട്ടുള്ള അടിയൊഴുക്കുകൾ പ്രവചനാതീതമാണ് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ടിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ വരാനിരിക്കുന്ന ദിവസങ്ങൾ അതിശക്തമായിട്ടുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്താനാണ് CPMന്റെ നീക്കം. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അത് CPM വളരെ ഗൗരവത്തിലെടുത്ത് വോട്ടർമാരെ നേരിട്ട് കണ്ട് ഭരണവിരുദ്ധ വികാരം ശമിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ പാർട്ടി ആരംഭിക്കാൻ പോകുന്നു. ക്രിയാത്മകമായിട്ടുള്ള ഇടപെടലുകൾ നടത്തിയില്ല എങ്കിൽ ഭരണം കൈവിട്ടു പോകുമെന്ന അവസ്ഥ ഉണ്ടാകുമെന്ന് മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും തിരിച്ചറിയുന്നു. കേരള രാഷ്ട്രീയത്തിൽ ഹാട്രിക് വിജയം എന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകുന്ന അപായ സിഗ്നൽ എന്ന് പറയപ്പെടുന്ന ഇടതുപക്ഷത്തിന് വലിയൊരു വെല്ലുവിളിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. പല മണ്ഡലങ്ങളിലും ത്രികോണ മത്സരം ശക്തമാക്കുന്നത് വോട്ടുകൾ ഭിന്നിക്കുവാനും അത് അപ്രതീക്ഷിതമായിട്ടുള്ള ഫലങ്ങളിലേക്ക് നയിക്കുവാനും ഇടയാക്കും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല. പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിലും മലബാറിലും രൂപപ്പെട്ട പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ ഇടതുമുന്നണിയുടെ ഉറക്കം കെടുത്തുന്നു എന്നുള്ളതാണ്. BJP പിടിക്കുന്ന വോട്ടുകൾ ആർക്ക് ഗുണകരമാകും എന്നത് ഈ തെരഞ്ഞെടുപ്പിൽ നിർണായകമാകും. ഇന്റലിജൻസ് നൽകുന്ന ഈ പ്രാഥമിക വിവരങ്ങൾ അത് ശരിവെക്കുന്ന തരത്തിലുള്ള വോട്ടർമാരുടെ മനോഭാവമാണ് എങ്കിൽ മെയ് 4 പുറത്തു വരുന്ന ഫലം കേരള രാഷ്ട്രീയത്തിന്റെ ഗതി മാറ്റിയേക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഭരണത്തുടർച്ചയുടെ ആത്മവിശ്വാസം മുറുകെ പിടിക്കുമ്പോഴും CPMന്റെ തന്ത്രങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഈ ഇന്റലിജൻസ് റിപ്പോർട്ട് കാരണമാകും എന്ന് പറയേണ്ടിയിരിക്കുന്നു. അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെയുള്ള പ്രചാരണം പ്രതിപക്ഷം ശക്തമാക്കുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും എന്നതിലാണ് ഇനി ഇടതുപക്ഷത്തിന്റെ വിജയം. ഏതായാലും പുകയുന്ന ഭരണവിരുദ്ധ വികാരം അത് വോട്ടാക്കി മാറ്റുവാൻ UDFും BJPയും ശ്രമിക്കുമ്പോൾ കപ്പിനും ചുണ്ടിനുമിടയിൽ ഭരണം നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ് LDF കേന്ദ്രങ്ങൾ. ഒരു കാര്യം ഉറപ്പാണ്, നിരാശരുടെ ഒരു വലിയ കൂടാരമായി CPM മാറുന്നു. മുമ്പൊന്നും കാണാത്ത കാഴ്ച ഇപ്പോൾ ഉണ്ടാകുന്നു. പലരും പാർട്ടി വിട്ട് പുറത്തു പോകാൻ തയ്യാറാകുന്നു. മാത്രമല്ല അസംതൃപ്തരുടെ നിരാശരുടെ ഒരു വലിയ നിര CPMൽ ഉണ്ടാകുന്നു. ഒരു വലിയ പിളർപ്പ് ചിലപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരു കാലഘട്ടത്തിലേക്ക് പോകുന്നു. മാത്രമല്ല ഇങ്ങനെ മരുമകന് വേണ്ടി സ്വന്തം വ്യക്തിത്വം തന്നെ പണയം വെക്കുന്ന തരത്തിലേക്ക് ഒരു മുഖ്യമന്ത്രി തരം താണു പോകുമ്പോൾ ആ പാർട്ടിക്കാർ, അണികൾ, പാർട്ടി നേതാക്കൾ അടക്കം നാളെ വിളിച്ചു പറയില്ലേ ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ വേണ്ട എന്ന്. അതുകൊണ്ട് തന്നെ നിരാശരുടെ ഒരു വലിയ നീണ്ട നിര ആ പാർട്ടിയിലുണ്ട്, KK ശൈലജ അടക്കം. മാത്രമല്ല ഇന്റലിജൻസിന്റെ റിപ്പോർട്ട് പറയും പോലെയാണെങ്കിൽ ഇപ്പോഴുള്ള 12 മന്ത്രിമാരടക്കം തോറ്റു തുന്നം പാടുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് പിണറായി വിജയന്റെ ഹാട്രിക് മോഹം പൊലിയും.